അഡ്വക്കേറ്റ് കെ അനിൽകുമാർ, ഡ്രൈ ഡേ പിൻവലിക്കുന്നതിനായിട്ടുള്ള ഒരു ആലോചന ഇക്കഴിഞ്ഞ മാർച്ചിൽ നടന്നു കഴിഞ്ഞിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ടൂറിസം മേഖലയെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് കോൺഫറൻസുകളൊക്കെ ഈ ഡ്രൈ ഡേ ഉള്ളതിനാൽ ആ ദിവസങ്ങൾ കൂടി കണക്കാക്കി നോക്കുമ്പോൾ മറ്റിടങ്ങളിലേക്ക് പോകുന്ന സാഹചര്യമൊക്കെ മുന്നിലുണ്ട്. അതൊക്കെ കണക്കാക്കിക്കൊണ്ടുള്ള ഒരു തീരുമാനത്തിലേക്കാണ് എത്തുന്നത്. എങ്ങനെയാണ് ഈ ഒരു നയം മാറ്റത്തെ താങ്കൾ നോക്കിക്കാണുന്നത്? ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ വന്നിട്ട് കുറെ കാലമായി. സർക്കാർ തിരക്കിട്ടൊരു തീരുമാനം എടുത്തിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട എല്ലാവരുമായും കൂടിയാലോചിച്ചുകൊണ്ട് ശരിയായ ഒരു തീരുമാനത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് സർക്കാർ കണക്കാക്കുന്നത്. ഡ്രൈ ഡേ ഏർപ്പെടുത്തിയതിനു ശേഷം ആ ദിനങ്ങളിൽ നമ്മുടെ സമൂഹത്തിലുണ്ടാകുന്ന പ്രത്യേകമായ ചില പ്രശ്നങ്ങൾ നമ്മൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം മറ്റ് മയക്കുമരുന്നുകളുടെ ഉപയോഗം വർദ്ധിക്കുന്ന രീതിയിലേക്ക് ചില സന്ദർഭങ്ങൾ, ചില വിഷയങ്ങൾ വരുന്നത് നമ്മുടെ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അതോടൊപ്പം തന്നെ ഇപ്രകാരം ഒരു ഡ്രൈ ഡേ ഉണ്ടായാൽ അതിന്റെ തലേ ദിവസവും പിറ്റേ ദിവസവും ഉണ്ടാകുന്ന കച്ചവടം എന്ന് പറയുന്നത് സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി ഉയർന്ന കച്ചവടം തന്നെയാണ്. അതുകൊണ്ട് ആ ദിവസങ്ങളിൽ ഉയർന്ന കച്ചവടം ഉണ്ടാകുമ്പോൾ ഉപഭോഗം കുറയുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായിട്ട് സർക്കാരിന് മുന്നിൽ വന്നൊരു വിഷയമാണ്. നമ്മൾ ടൂറിസവുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുമ്പോൾ കാണാൻ കഴിയുന്നത് ഒരു ഇന്റർനാഷണൽ എൻവയോൺമെന്റിലാണ് ടൂറിസം പ്രവർത്തിക്കുന്നത്. പ്രത്യേകിച്ചും ഒരു വിദേശ ടൂറിസ്റ്റുകളൊക്കെ നമ്മുടെ നാട്ടിൽ വന്നാൽ വിമാന സമയം, അതുപോലെ തന്നെ മറ്റ് രാജ്യങ്ങളുമായിട്ടുള്ള ടൈമിങ് എല്ലാം കണക്കാക്കി വരുമ്പോൾ ഇപ്രകാരം ഒരു ഡ്രൈ ഡേ എന്ന് പറയുന്ന ഒരു കാര്യം വന്നു കഴിയുമ്പോൾ ഇതുപോലെ പല കോൺഫറൻസുകൾക്കും പല പ്രശ്നങ്ങളും ഉയർന്നു വന്നതും ആ വകുപ്പുകളും അതുപോലെ തന്നെ അതിന്റെ എന്റർപ്രണേഴ്സും സർക്കാരിന്റെ ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ എല്ലാവരുടെയും കൂടെ സമവായം ഉണ്ടാക്കിക്കൊണ്ട് ശരിയായൊരു നിലപാടിലേക്ക് എത്തുക, പ്രായോഗിക തീരുമാനത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് സർക്കാരിന്റെ നയം. അത് മദ്യത്തിന്റെ ഉപയോഗം വർദ്ധിപ്പിക്കലല്ല, മറ്റു മയക്കുമരുന്നുകളുടെ ലഹരി അടക്കമുള്ള കാര്യങ്ങളുടെ ഉപയോഗം കുറച്ചുകൊണ്ട് തന്നെ ഇതിനെ ഒരു റാഷണലൈസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരു ചിന്തയായിരിക്കും സർക്കാർ എപ്പോഴും പുലർത്തി പോരുക. ഈ നിർദ്ദേശങ്ങൾ പുതിയ നിർദ്ദേശമല്ല. പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ ചൂണ്ടിക്കാണിച്ച പ്രധാനപ്പെട്ട കാര്യം, ഇന്ത്യ രാജ്യത്ത് ജനസംഖ്യാനുപാതികമായി പരിശോധിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ പ്രദേശത്തിന്റെ വികാസങ്ങളുമായി ബന്ധപ്പെട്ട് പരിശോധിച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ വിദേശ മദ്യ ഷാപ്പുകളുടെ എണ്ണം കുറവാണ് തന്നെ ഹൈക്കോടതി ചൂണ്ടിക്കാണിക്കുന്ന സന്ദർഭം ഉണ്ടായി. ഗോവയുമായി ബന്ധപ്പെട്ട് താരതമ്യം ചെയ്യാനും ഇന്ത്യയിലെ ഏത് സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് താരതമ്യപ്പെടുത്തിയാലും തമിഴ്നാടാണെങ്കിലും കേരളത്തിൽ അതിനനുസരിച്ചുള്ള സ്ഥാപനങ്ങളുടെ എണ്ണമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് പ്രാകൃതമായ നിലയ്ക്ക് ക്യൂ നിൽക്കേണ്ടി വരുന്നതെന്നടക്കമുള്ള വിഷയങ്ങൾ ഉയർന്നു വന്നു. ഇതെല്ലാം കൂടെ പരിശോധിച്ചുകൊണ്ട് സമചിത്തതയോടൊരു തീരുമാനം എടുക്കുകയായിരിക്കും വേണ്ടത്. മാത്രമല്ല, അത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ മതിയായ ചർച്ചകൾ ഉണ്ടാകണം, മുൻകരുതലുകൾ ഉണ്ടാകണം. അതൊക്കെ സർക്കാർ ശ്രദ്ധിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വളരെ നന്ദി അഡ്വക്കേറ്റ് കെ അനിൽകുമാർ.